ആ വഖഫിൽ എല്ലാ ആഴ്ചയും അവിടെ ജാതി മതഭേദമന്യേ എല്ലാ വീട്ടുകാർക്കും ഒരാഴ്ച 15 കിലോ അരി വിതരണം ചെയ്യാണ്. അപ്പൊ ഈ ഒരെണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാ വഖഫിലും എങ്ങനെ ന്യായീകരിച്ചോ? ഈ പറയുന്ന താജ്മഹൽ വന്നപ്പോ അത് വണ്ണോ സാധനം നമ്മൾ കേൾക്കാത്ത ആള് ഇപ്പൊ മലപ്പുറത്തുള്ള ഒരെണ്ണം പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ന്യായീകരിക്കും. രാഹുൽ, ഈ ഓവർ ക്ലെയിമിന്റെ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇന്ന് കേന്ദ്രമന്ത്രി ലോക്സഭയിൽ സംസാരിച്ചപ്പോഴും ഈ ഓവർ ക്ലെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല, വഖഫ് സ്വത്തുക്കൾ എങ്ങനെയാണ് അവർ തന്നെ മറ്റാവശ്യങ്ങൾക്ക് നൽകുന്നത് എന്ന് കർണാടകത്തിലെ 29,000 ഏക്കറിന്റെ കാര്യം വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്ന്. അല്ല, അവിടെയാണ് മഞ്ജുഷ് ഒരു കാര്യം. ഇങ്ങനെ ഓവർ ക്ലെയിം ചെയ്യാൻ വരുന്നതിനെ നമ്മുടെ മുസ്ലിം സമൂഹം ആക്റ്റീവായി തള്ളി പറയുകയും അത് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. അതോടൊപ്പം ഒരു വരി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒരു വരി പറഞ്ഞോട്ടെ. ക്ലാരിറ്റി കൊണ്ടുവന്നൊരു കൺസെൻസസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ലെജിറ്റിമേറ്റ് ആണ്. ഞാൻ ഒരു വരി പറഞ്ഞോട്ടെ. നാളെ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പലരും ഒരു വരിയിൽ തീർക്കാം. ശബരിമല ബുദ്ധിസ്റ്റ് ക്ഷേത്രമാണെന്ന് ക്ലെയിം ചെയ്യാറില്ലേ? നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ? നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പറയുന്നുണ്ട്, നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ? എത്രയോ നമ്മുടെ അമ്പലങ്ങളെ എങ്ങനെ ക്ലെയിം ചെയ്യുന്നു, എത്രയോ നമ്മുടെ അമ്പലങ്ങളെ ക്ലെയിം ചെയ്യുന്നു, എത്രയോ നമ്മുടെ ഒരു വരിയൊന്നും തീർന്നു. എന്റെ വാദം മുമ്പോട്ട് വെച്ചോളൂ, അങ്ങ് ഖണ്ഡിച്ചോളൂ. എന്റെ വാദം മുമ്പോട്ട് വെക്കാൻ ഖണ്ഡിച്ചോളൂ. എന്റെ വാദം മുമ്പോട്ട് വെക്കാൻ. അപ്പോ അടക്കമുള്ള എത്രയോ അമ്പലങ്ങൾ പലരും ക്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ അപ്പോ ഇത്തരം നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. ഞാൻ ആ വാദം ഒന്ന് മുമ്പോട്ട് വെച്ചോട്ടെ. ഞാൻ ആ വാദം നമ്മുടെ അമ്പലങ്ങളെ പലരും അമിതമായി ക്ലെയിം ചെയ്യുന്നത് പോലെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തും പറഞ്ഞോ. ഞാനൊന്ന് പറയുന്ന പല എന്റെ മറുപടി ഒന്ന് കേട്ടെ. എന്റെ വാദം ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ വാദം എനിക്കൊരു ചോദ്യമാണുള്ളത്. നിങ്ങൾ 10 മിനിറ്റായിട്ട് ഒരു വരി പറയുകയാണ്. എനിക്ക് ഒരു വരി പറഞ്ഞു ചോദ്യം ഒറ്റ വരി ഞാൻ പറയട്ടെ. പലപ്പോഴും നിങ്ങൾക്ക് അറിയാമായിട്ടാണ് സംസാരിക്കുന്നത്. ആർജവം വേണം. ഇനി നിയമത്തിനൊരു ക്ലാരിറ്റി കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി വേണം. ഓവർ ചോദ്യമുണ്ട്. അമിതമായ പറഞ്ഞോട്ടെ, ഒരു വാചകം കൂടി രാവിലെ പറഞ്ഞു തീർത്തോട്ടെ. ശരി രാഹുൽ, ഒരു വാചകം പറഞ്ഞു തീർത്ത് മനസ്സിലാക്കുന്നുണ്ടോ? ജമാൽ, ഒരു പ്രധാന കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ജമാൽ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. പ്രധാന കാര്യം ചർച്ച ചെയ്യാൻ ബാക്കിയുണ്ട്. വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു പ്രധാന കാര്യമായി തന്നെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. വനിതാ ഉൾപ്പെടുത്തിയിട്ടുള്ള 2013 ഈ ഭേദഗതിയിലല്ല. പറയുന്നത് അത് വലിയ നേട്ടമായിട്ട് പറയുകയാണ്. ഒരു വരി അങ്ങ് കേൾക്കാൻ നോൺ മുസ്ലിംസ് വേണ്ട മഞ്ജുഷ്. അതാണ് ഇതിലെ ബാലൻസ്. വനിതകൾ സ്വാഗതം ചെയ്യപ്പെടണം. പക്ഷെ അല്ലെങ്കിൽ ഫാത്തിമ ബീവി ഉണ്ടായിരുന്ന നാടാണിത്. വനിതകളെ ഞാൻ ആ വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ 15 മിനിറ്റ് ആയല്ലോ രാഹുൽ ഒരു വരി പറയുന്നു. അത് സുപ്രീം കോടതി രാഹുൽ ഒന്ന് പറയട്ടെ ശ്രീത്തെ. ഇല്ലെങ്കിൽ നാളെ താങ്കൾ ഇടയ്ക്ക് പറയാതെ ശ്രീത്തെ. രാഹുൽ ഒന്ന് പറയട്ടെ, രാഹുലിന് അവസരം കൊടുക്കൂ. അതെ കറക്റ്റ്. അപ്പം വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ്. ഇപ്പോഴാണെങ്കിലും 2013 കുഴപ്പമില്ല. വനിതകൾ വരുന്നത് സ്വാഗതാർഹമാണ്. പക്ഷെ നോൺ മുസ്ലിംസ് വേണ്ട. കാര്യം നമ്മൾ ഹിന്ദുക്കൾ ഓർക്കേണ്ടത് എന്താ? നാളെ നമ്മുടെ മേളിലും അധികാരം ഉറപ്പിക്കാൻ വേണ്ടി ഇടത് ഗവൺമെന്റോ വേറെ ഏതോ ഗവൺമെന്റോ ഇത് ചെയ്യും. ഈ ഒരു മതത്തിന് എഫക്ട് ചെയ്താൽ എല്ലാ മതങ്ങളെയും എഫക്ട് ചെയ്യും. ഒരു മതത്തിന് നമ്മൾ ദ്രോഹം ചെയ്താൽ എല്ലാ മതങ്ങളെയും ദ്രോഹം ചെയ്യും. ശബരിമല അടക്കമുള്ള കേസുകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കോടതിയിൽ എന്തായാലും ഇത് പോകണം. സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതി ഇതിനൊരു ബാലൻസ് കണ്ടെത്തും. ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ വേണ്ടാന്ന് പറയും. അപ്പം മുസ്ലിം
മുസ്ലിം അല്ലാത്തൊരു സിഇഒ ഒക്കെ വേണമെന്ന് പറയുന്ന പ്രകോപനപരമാണ്. നമ്മൾ അയ്യപ്പനെ അവരെയും തൊഴുതിട്ട് പോകുന്നതാണ്. പക്ഷെ അതേപോലെ അല്ല അധികാര സ്ഥാനത്ത് ഒരാളെ കൊണ്ടിരുത്തുന്നത്. അത് ഗുരുവായൂർ അമ്പലത്തിലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ നാളെ ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ അവിശ്വാസിയോ ഒക്കെ സിഇഒ ആയി വന്നിരിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കുന്നത് പോലെ ഒരു മുസ്ലിം സഹോദരനും വേദന എടുക്കുമെന്നൊരു തിരിച്ചറിവ് നമ്മളെന്ന ഭാരതീയന് വേണം. ആ തിരിച്ചറിവില്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ച അവസാനിപ്പിക്കേണ്ട സമയം ശരി. നോക്കൂ, രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രാഹുൽ, ഇനി ഒരു മിനിറ്റ് താങ്കൾ അനിയന്ത്രിട്ടായിട്ട് എനിക്ക് തരണം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ വന്നിരിക്കുകയാണെങ്കിൽ അതിനെ മുസ്ലിങ്ങൾ തള്ളി പറയണമെന്ന്. ആരാ രാഹുൽ ഈ എക്സസ് ആയിട്ട് ക്ലെയിം ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും മുസ്ലിമാണോ? വഖഫ് ബോർഡാണ് ഈ ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ വഖഫ് ബോർഡിനെ തള്ളി പറയണമെന്നാണ്. അതിനാണ് ഇപ്പൊ ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത്. 1. 2, താങ്കളുടെ ആ താരതമ്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞു, തെറ്റാണ്, അബ്സേർഡാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ പഴയ സ്വത്താണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയോ കൺസ്ട്രക്ട് അനുസരിച്ച് നിങ്ങൾക്ക് അതിലേക്ക് പുതുതായിട്ടുള്ള എന്തെങ്കിലും ലാൻഡ് ആഡ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് അല്ല എഴുതി വെച്ചിരിക്കുന്നത്. നേരെ മറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് ഇത് നിങ്ങളുടെ പ്രോപ്പർട്ടിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇവിടെ പ്രോപ്പർട്ടി ഒരു സൈഡിൽ അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും നിങ്ങൾ പണ്ടുള്ള ഒരു സ്വത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇത് രണ്ടും ആപ്പിളും ഓറഞ്ചുമാണ്, തമ്മിൽ കമ്പാരിസൺ ഇല്ല. അപ്പൊ എല്ലായിടത്തും കളിക്കുന്ന ബാലൻസ് കെ നായർ ഈ കാര്യത്തിൽ കളിച്ചത് കൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല. പ്രോപ്പർട്ടി എടുക്കാമല്ലോ, തിരുവിതാംകൂർ ദേവസ്വം പ്രോപ്പർട്ടി അക്വയർ ചെയ്തൂടെ? മുസ്ലിങ്ങളുടെയോ അവർക്ക് വരുന്നത് if you have a reason to believe തിരുവിതാംകൂർ ദേവസ്വം if you have a reason to believe if you have a reason to believe കോൺടെക്സ്റ്റ് ഒന്നുമില്ല. നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണ് കോൺടെക്സ്റ്റ്, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ല. നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണ് കോൺടെക്സ്റ്റ് രാഹുൽ, നിയമത്തിൽ എഴുതിയിരിക്കുന്നതാണ് കോൺടെക്സ്റ്റ്, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ല കോൺടെക്സ്റ്റ്. നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് തോന്നുന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാമെന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല. ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് നിങ്ങൾക്ക് സ്ഥലം എടുക്കാം എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശ്രീജിത്ത്, രാഹുൽ, നിങ്ങളുടെ തർക്കമായി മാറുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജമാൽ എന്താണ്? 40 സെക്ഷൻ തെറ്റാണ്. സെക്ഷൻ 40 തെറ്റാണ്. എങ്ങനെ ക്ലെയിം ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞു തരൂ, ഏത് നിയമപ്രകാരം ക്ലെയിം ചെയ്യും? ഏതാണ് ഒരു പ്രോപ്പർട്ടി, സാധാരണക്കാരുടെ ഒരു പ്രോപ്പർട്ടി ഇത് വഖഫാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ ഏത് നിയമവ്യവസ്ഥയിലാ പറ്റുമോ? തിരുച്ചെന്തൂരിൽ ചെയ്തിരിക്കുന്ന പോലെ ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കളക്ടറെയും രജിസ്ട്രാറിനെയും നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആര് വഴിയാണ്? കളക്ടറും രജിസ്ട്രാറും വഴി നിങ്ങൾക്ക് സെക്ഷൻ 28 പറയുന്നുണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം എക്സിക്യൂട്ട് ചെയ്യുന്ന ആര് വഴിയാണ്? കളക്ടർ.